തെരഞ്ഞെടുപ്പ് ചൂടിൽ അമർന്ന് പാലക്കാട് ചിറ്റൂരിൽ രാഷ്ട്രീയ വൃത്തങ്ങളെ ഒന്നടങ്കം അമ്പരിപ്പിച്ച ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രൻ എതിർപക്ഷത്തുള്ള LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച എന്ന വാർത്തയാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. എന്നാൽ തന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള കുൽസിത നീക്കമാണിതെന്നുമാണ് പ്രണേഷ് രാജേന്ദ്രൻ ആരോപിക്കുന്നത്. സംഭവത്തിൽ അദ്ദേഹം പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു. ചിറ്റൂരിലെ NDA സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രന്റെ ഔദ്യോഗികമായ ഫേസ്ബുക്ക് പേജിലാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V മുരുകദാസിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ വോട്ട് വികസനത്തിന്, നമ്മുടെ വോട്ട് അഡ്വക്കേറ്റ് V മുരുകദാസിന്, നമ്മുടെ ചിഹ്നം മോതിരം, വോട്ട് LDFന് എന്നായിരുന്നു പോസ്റ്റിന്റെ ഉള്ളടക്കം. നിമിഷങ്ങൾക്കകം ഈ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. താൻ പൊൽപ്പള്ളി പഞ്ചായത്തിൽ ബൂത്ത് സന്ദർശനത്തിലായിരുന്ന സമയത്താണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്നാണ് പ്രണേഷ് പറയുന്നത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. രാഷ്ട്രീയമായി തന്നെ തകർക്കാനും വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ചിലർ ബോധപൂർവം തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോസ്റ്റ് നിർമ്മിച്ചതാണെന്ന് പ്രണേഷ് രാജേന്ദ്രൻ ആരോപിക്കുന്നു. ചിറ്റൂർ പോലീസിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച് രേഖാമൂലം പരാതിയും നൽകിയിട്ടുണ്ട്. വിഷയം വിവാദമായതോടെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ചിറ്റൂർ സാക്ഷ്യം വഹിച്ചു. UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ ഈ സംഭവത്തിൽ കടുത്ത പരിഹാസവുമായാണ് രംഗത്തെത്തിയത്. LDFും NDAയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും ഇരുവരുടെയും അജണ്ട ഒന്നാണെന്നുമാണ് സുമേഷ് അച്യുതന്റെ പക്ഷം. ഇത്തരമൊരു പോസ്റ്റ് വന്നത് ഇരു മുന്നണികളും തമ്മിലുള്ള അന്തർധാരയുടെ തെളിവാണെന്നും UDF ആരോപിക്കുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വമാണ് ഇതിന്റെ പിന്നിലെന്ന് പ്രണേഷ് രാജേന്ദ്രൻ തിരിച്ചടിയുന്നു. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ തരം താഴ്ന്ന വേലത്തരങ്ങളുമായി കോൺഗ്രസ് ഇറങ്ങിയിരിക്കുകയാണെന്ന് അദ്ദേഹം തന്റെ പുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. അപര സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ പ്രചരിപ്പിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിലായ സംഭവം അദ്ദേഹം ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചു. ജനാധിപത്യത്തെ അപഹസിക്കുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് NDAയുടെ ആവശ്യം. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിൽ സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെ ആശങ്കയിലാക്കുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പേജിൽ നിന്ന് തന്നെ ഇത്തരമൊരു പോസ്റ്റ് വന്നത് വോട്ടർമാരിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല. പോലീസിന്റെ സൈബർ വിങ് ഈ പരാതിന്മേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹാക്കിംഗ് നടന്നത് എവിടെ നിന്നാണെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും വൈകാതെ കണ്ടെത്താനാകുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ചിറ്റൂരിലെ രാഷ്ട്രീയ പോരാട്ടം ഇപ്പോൾ സൈബർ ഇടങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഹാക്കിംഗ് ആരോപണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ വിവാദം വരാനിരിക്കുന്ന പോളിംഗിനെ എങ്ങനെ ബാധിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മുറുകുമ്പോൾ വിധി നിശ്ചയിക്കേണ്ടത് ചിറ്റൂരിലെ ജനങ്ങളാണ്.